ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയാണ് ചോദിച്ചതെന്ന് പറഞ്ഞാൽ എന്നൂരിലാണ്. അപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിലാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. നല്ല മഴയുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് കാര്യങ്ങൾ കാണാം. അപ്പോൾ മൊത്തം കോട നിറഞ്ഞിട്ട് സെറ്റ് ക്ലൈമറ്റാണ്. വരാൻ പറ്റിയ പെർഫെക്റ്റ്. നമ്മൾ ജീപ്പിലാണ് വന്നത്. അപ്പോൾ നമുക്ക് പ്രൈവറ്റ് വണ്ടി ഒന്നും ഇവിടെ കടത്തി വിടില്ല. ഉള്ളേ അവരുടെ ജീപ്പ് മാത്രം. അതിന് ടിക്കറ്റ് ഉണ്ട് വേറെ. ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ കയറാനുണ്ട്. മഴയത്ത് നല്ല വൈബ്. ഇതൊക്കെ ഓടെ ഇറങ്ങി നൈസായിട്ടുണ്ട് ഗൈസ്. ഒരു സീൻ ക്ലൈമറ്റ്. മഴ സ്ലൈറ്റ്ലി റെയിൻ എന്നൊക്കെ പറയില്ലേ, നമ്മൾ അവിടെ എത്തേണ്ടതുണ്ട്. ഓഫ് കോട നനന്ന് സീൻ. നമ്മൾ കയറി ഇവിടെ എത്തുന്നുണ്ട്. ശരിക്കും നന്നായിട്ടില്ലേ ഇത് ഗൈസ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇനിയും കുറേ കാണാനുണ്ട്. ആ ജീപ്പിലാണ് നമ്മൾ വന്നത്. ഏതാ സീൻ വാവച്ച് ഫുൾ ഓഫ് കോട ഗൈസ് ആൻഡ് നോയ്സ്. സം നോയ്സ്. ഇതന്നെ സംഭവം. പ്രാചീന കാലത്തെ ആർട്ടുകൾ ഗൈസ്. സൂപ്പർ മഴ ഗൈസ്. മഴയുണ്ട്. വാട്ടർ റെസിസ്റ്റന്റ് ആണ് ഐഫോൺ 60 Pro. അവരെന്ത് പറയുന്ന അറിയത്തില്ല. ഇതാണ് നമ്മളുടെ എന്നൂരിൻ്റെ ഉള്ളിൽ സൂപ്പർ മഴ, ഒടുക്കത്തെ മഴ. ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ. സൂപ്പർ മഴ. അവിടെ എത്തേണ്ടതുണ്ട്, പക്ഷെ പോകാനുള്ള വകുപ്പില്ല. അവരൊക്കെ എങ്ങനെ തന്നെ കൊടയിലാണ് നടക്കുന്നടി. കൂടെ വന്നാളെ വീഡിയോ എടുത്തില്ലായിരുന്നു. അപ്പം നമ്മൾ തന്നെ എൻ്റെ ഷോട്ട് തന്നെ ഞങ്ങൾ കാണണ്ടായിരുന്നു. മഴ സീൻ. മഴയാണ് കോട സീൻ. അവിടേക്ക് എത്തേണ്ട ഗൈസ്. ഇവിടെ എത്തിയിട്ടുള്ളൂ നമ്മുടെ ട്രൈബൽ മാർക്കറ്റ്. ഇതാണ് സംഭവം. ഇത് നോക്ക്, കാണാതിരുന്നത്. ഇതാണ് എന്നൂരിലെ മാർക്കറ്റ്. അപ്പം നമ്മൾ ഇപ്പോൾ ട്രൈബൽ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഒന്ന് കാണിച്ചു കൊടുക്കൂ. എന്നിട്ട് ഇങ്ങോട്ട് കാണിക്കൂ. ഇത് 5x ആക്ക്. ഇപ്പോൾ സംഭവം വന്നിട്ട് ഇനി കുറേ അങ്ങോട്ടെത്തണം. അവിടെ കുറേ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ന്യൂ ഇയർ പാർട്ടി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇത് പഴയ ക്ലാസ് റൂംസ് പോലെ ഉണ്ട് അല്ലേ? അതെന്താ മാർക്കറ്റാ? വാവ്. ആരോ ചെയ്യുന്ന സ്ഥലം, അമ്പയ്യ സ്ഥലം. പുൽക്കൂട്ടിൽ ചെന്നൊരു അതിനകത്ത് കയറിയിരിക്കുകയാണ്. നൈസ് അല്ലേ ഗൈസ്? അപ്പോൾ ഇതാണ് പുരാതനമായിട്ടുള്ള വസ്തുക്കൾ. ഇതിൽ തൊടാനോ ജസ്റ്റ് എന്താ പറയുക, ടച്ച് ചെയ്യാനൊന്നും പാടത്തില്ല. ഇതൊക്കെ നോക്കിക്കോ. സൂപ്പർ തടുപ്പ്. നൈസായിട്ട് എന്നൂരിൻ്റെ വഴികളിലൂടെ ചാടി നടക്കുകയാണ്. ഉള്ള വീഡിയോഗ്രാഫർ നല്ല രീതിക്ക് വീഡിയോ എടുത്ത് തരുന്നുണ്ട്. ഒന്നും പറയാതെ തന്നെ അവർക്ക് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ എടുത്തു കൊടുക്കണം. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ആ ഹൈറ്റിലേക്ക് പോകണ്ട. അവിടെ ഐ ലവ് എന്നൂർ. കൊള്ളാമല്ലേ സംഭവം, സ്ഥലം? ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ് ഗൈസ്.
ആർച്ചോയി ആണ് സംഭവം. 30 രൂപ പഴയ പൈസ കൊടുക്കണം. ഒരാൾക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ കണ്ടു ഏകദേശം എല്ലാം സെറ്റായിട്ട്. ഇനി നേരെ പോകുന്നത് ഗൈസ്, അപ്പോൾ നമ്മൾ ആഭരണ പൈതൃകം, അപ്പോൾ പുരാവസ്തുക്കളുടെ ചിത്രങ്ങളിൽ തൊടാൻ പാടില്ല. ഓക്കെ, ജസ്റ്റ് തുറക്കാം. ദിസ് ഇസ് അവർ ആഭരണം, പഴമക്കാരുടെ ആഭരണം. വാവ്, കോയിൻ. ഇത് നോക്കിക്ക, ഇത് മറ്റേ ചെലങ്ക സാധനം. ഇത് അരമണി. ഇത് ഹൽ ബങ്കറ, ഉങ്കറ, തണ്ടവള, കൊരണ്ടിക്കമ്മൽ. ഇത് എന്തൊക്കെയാണ്? ആഭരണങ്ങൾ തുടരുത് മീൻസ് ജസ്റ്റ് ടച്ച് ചെയ്യാൻ പാടത്തില്ല. ഇവരാണ് ഇപ്പോൾ ഇതിൽ പോയി നല്ല ക്യാമറയിലാണല്ലോ എടുത്തിട്ട്. ഇപ്പോൾ ഇവരൊക്കെ എവിടെ ആയിരിക്കും? ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആഭരണ പൈതൃകം. ഫൈനലി നമ്മൾ ഏകദേശം അവിടെ എന്നൂരിലെല്ലാം കണ്ട്. ഇത് ലാസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്ത സംഗീത പൈതൃകം, അതല്ല അത് എഴുതിയിരിക്കണത്, എന്നിട്ട് തിരിച്ചാ. അപ്പോൾ അതും കണ്ടിക്കണേ. അപ്പോൾ ഇനി എന്താണുള്ളത് ചോദിച്ചു പറഞ്ഞാൽ ഇനി വീട്ടിൽ പോവാം. ഇനി അത് പത്തലും ബീഫും മെയിൻ പാർട്ട് ഓഫ് ദ സീരീസ്. ഇപ്പോൾ എന്നൂർ എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കുറേ ആൾക്കാർ വരുന്നുണ്ട്. കുറേ ആൾക്കാരെന്ന് പറയുമ്പോൾ കുറേ ഹിന്ദിക്കാരും അതുപോലെ തന്നെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ വൺ ടൈമെങ്കിലും വിസിറ്റ് ചെയ്തിരിക്കേണ്ട സ്ഥലമാണ് എന്നൂർ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ശരിക്കും കയറാൻ പറ്റില്ല. ഇതൊക്കെ എന്തൊക്കെയാ പറയണേ. ഇപ്പോൾ സംഗീത പൈതൃകം സീനില് തുടി, ഇതടി തുടി തുടി. ഇത് സംഭവം ഇത് മൃഗത്തിൻ്റെ തോലാണ്. ചെണ്ട. ഗൈസ്, പ്ലേ സ്റ്റേഷനാണ്. അത് ചെസ്സൊക്കെ ഉണ്ടടി. ഇത് നൈസായിട്ട് തിരക്കായില്ല. ഇപ്പോൾ അപ്പോൾ കറക്റ്റ് 5:15 അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. കോടയുണ്ട് എപ്പോഴും. ഇത് പാറാവട്ടെ ഒരാൾ പോകും. എന്തൊരു എന്നോട് ഇതിവിടെ ഡാൻസ് കൺസേർട്ട് ഒക്കെ ഉണ്ടാവും തോന്നുന്നല്ലേ. ഗൈസ്, അപ്പം നമ്മൾ ഇൻട്രോ ഇവിടെ നിന്ന് എടുക്കാൻ ഇരുന്നപ്പോൾ എൻഡ് ഇവിടെ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്നൂരെത്തി, സ്ഥലങ്ങളൊക്കെ കണ്ടു. പിന്നെ നേരെ വീട്ടിലോട്ട് പത്തലും ബീഫ് കഴിക്കാൻ. അല്ല, നമ്മുടെ ചെക്കൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ്സ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാം, പത്തലും ബീഫിനേക്കാളും നല്ലത് കപ്പ ബിരിയാണിയാണ് ഇവിടുത്തെ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൗണ്ടൊക്കെ പോയിട്ടുണ്ട് മൊത്തത്തിൽ, കോടയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിന്ന് അവസാനിപ്പിക്കുന്നില്ല. നമ്മുടെ ഫുഡ് കഴിക്കൽ ബാക്കിയുണ്ട്. നമ്മളെ കൊണ്ടുപോയ ആ ജീപ്പ്, കൊണ്ടുവന്ന ജീപ്പ് കൊണ്ട് തിരിച്ചും പോകുമെന്ന് ഒരു ഐഡിയ ഇല്ല. അവിടെ നിൽക്കുന്നുണ്ട്, അവിടെ പോയാലേ അറിയുള്ളൂ. 180 ടിക്കറ്റ് റേറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ക്ലിയർ ഉണ്ടോ? അതായത് നോർമലി ഇതിൽ എൻട്രി ടിക്കറ്റ് പറഞ്ഞാൽ ഒരാൾക്ക് 40 ആണ് നോർമൽ പേഴ്സൺസിന്. പിന്നെ ആ ജീപ്പിന് എക്സ്ട്രാ ഒരു 50 വരുന്നുണ്ട്. 2 പേർക്ക് നമുക്ക് 180 ആയിട്ടുണ്ട്. 2 പേരില്ല, നമ്മളുടെ കൊണ്ടുപോകേണ്ട ജീപ്പ്. ഫൈനലി വി ഗോട്ട് ദ ടിക്കറ്റ്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാനും അതേ സെയിം വണ്ടി തന്നെ വരും നൈസായിട്ട്. അതാണ് നമ്മുടെ എൻട്രി. വെയിറ്റിംഗ് ഫോർ നമ്മുടെ വണ്ടി. ഫ്രണ്ട് സീറ്റ് തന്നെ കെട്ടിയിരിക്കുകയാണ്.
ഫൈനലി നമ്മൾ ജീപ്പ് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ കഴിഞ്ഞ് ഇന്ന് നയാവായ വീഡിയോ കൊടുക്കട്ടെ ഫോണ്.